പ്രിയമുള്ളവരെ, ഭാഷാ കൈരളി കഥാമൃതത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നൊരു സൂഫി കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തക്കം നോക്കിയിരിക്കുന്ന ഒരു യുവാവിനെ അതുവഴി വന്ന ഒരു സൂഫി ഗുരു പിടികൂടി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ തടയരുത്. എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ആശിച്ചതൊന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വിലയുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഈശ്വരൻ പോലും എനിക്കെതിരാണ്. ഈ നശിച്ച ജീവിതം, വിലകെട്ട ജീവിതം എനിക്കിനി വേണ്ട. ഗുരു സ്നേഹത്തോടെ ഒന്ന് നോക്കിയ ശേഷം ഒഴിഞ്ഞു. എൻ്റെ അനുജ, ഞാൻ അപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരൊറ്റ ദിവസം കൂടി നിങ്ങൾക്ക് കാത്തിരിക്കാനാവുമോ? അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെറുപ്പക്കാരൻ അല്പം ശാന്തനായി. പക്ഷെ പെട്ടെന്ന് അയാൾ വീണ്ടും വികാരാധീനായി. ഒന്നിനും കൊള്ളാത്ത, ഒരു വിലയുമില്ലാത്ത ജീവിതം നശിച്ചു പോട്ടെ, ഇതുകൊണ്ട് ആർക്കെന്ത് നേട്ടം? ഗുരുമന്ദമായി അയാളെ സ്വദേഹത്തോട് ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അനുജ, അല്പം ശാന്തനാവൂ, എൻ്റെ ഒപ്പം വരൂ. ഇവിടുത്തെ രാജാവ് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഒന്ന് കാണാം. അവർ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ അടുത്തെത്തിയ ഗുരു അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഉടൻ രാജാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1,00,000 സ്വർണ്ണ നാണയം തരാം. പകരം നിങ്ങളുടെ 2 കണ്ണുകളും എനിക്ക് തന്നാൽ മതി. യുവാവ് പറഞ്ഞു, എന്ത്? 1,00,000 സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ 2 കണ്ണുകളും വിൽക്കുകയോ? 10,00,000 സ്വർണ്ണ നാണയങ്ങൾക്കും ഞാനത് കൊടുക്കുകയില്ല. ഒരു വീണ്ടും ചെന്ന് രാജാവിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. രാജാവ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രതിഫലമായി 20,00,000 സ്വർണ്ണ നാണയങ്ങൾ തരാം. യുവാവ് പറഞ്ഞു, ഇല്ല, ഞാനത് ആർക്കും വിൽക്കില്ല. ഗുരു മൊഴിഞ്ഞു, ശരി, നിങ്ങളുടെ കാതുകളുടെ കാര്യമോ? രാജാവ്, നിങ്ങളുടെ ഏതവയവും വാങ്ങാൻ ഒരുക്കമാണ്, നിങ്ങൾ പറയുന്ന വിലയ്ക്ക്. അയ്യോ, ഞാനതിനൊന്നുമില്ല. ഗുരു പറഞ്ഞു, നോക്കൂ, 20,00,000 സ്വർണ്ണ നാണയങ്ങൾ തന്നാലും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ വിൽക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്ന് രാവിലെ സ്വയം നശിക്കാൻ തുനിഞ്ഞതാണ്. ഒരു വിലയില്ലാത്തതാണ്, ആർക്കും വേണ്ടാത്തതാണ് നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ? ചെറുപ്പക്കാരൻ ഉറക്കത്തിൽ നുണർന്ന പോലെ ഗുരുവിനെ ഒന്ന് നോക്കി. ഗുരു തുടർന്നു, യഥാർത്ഥത്തിൽ നമുക്കുള്ളതൊന്നും നാം കാണുന്നില്ല. നമ്മുടെ കണ്ണുകളെ ഒന്ന് നോക്കൂ, കാതുകളെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഇളം കാറ്റിൻ്റെ മൂളലും കിളിപ്പാട്ടുകളും ഒപ്പം സാഗരഗർജനവും അതിലൂടെ കേൾക്കാം. എല്ലാം എത്ര വിസ്മയമാണ്! നശ്വരമായ ഈ ശരീരത്തിനുള്ളിൽ അനശ്വരമായ ബോധത്തിൻ്റെ തിരുനാളം വിരിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വിലമതിക്കാനാവാത്ത ജീവൻ്റെ കൈത്തിരി നിങ്ങൾ കാണുന്നില്ലേ? അത് ഊതിക്കെടുത്താനല്ലേ നിങ്ങൾ ഒരുങ്ങിയത്? അയാൾ ഒരക്ഷരം ഉരിയാടിയില്ല. അയാളുടെ കണ്ണുകൾ കൃതജ്ഞതയാൽ, ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. നന്ദി, നമസ്കാരം.